ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കൃപയാൽ നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ തിരുപാദപടങ്ങളായിരിക്കാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് സഹായിച്ച വിധത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് എഫോദ് എന്നുള്ള വിഷയമാണ്. എഫോദിൻ്റെ ആവശ്യം എന്ത് നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ എഫോദിൽ വെച്ചിരിക്കുന്നതായിരിക്കുന്ന 2 ഗോമേദ് കല്ലുകൾ, അതാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അവസാനിപ്പിച്ച വിഷയം. അതാണ് എഫോദിന്മേൽ വെക്കപ്പെട്ടതായിരിക്കുന്ന 2 കല്ലുകൾ. ഇന്ന് രാത്രി അടുത്ത വിഷയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ബ്രസ്റ്റ് പ്ലേറ്റ്, ന്യായവിധി പതക്കം. നോട്ട് ചെയ്താട്ട്, ബ്രസ്റ്റ് പ്ലേറ്റ്, ന്യായവിധി പതക്കം. ഇന്ന് രാത്രി നമ്മൾ ന്യായവിധി പതക്കത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. അതിനാധാരമായിട്ട് പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം, പുറപ്പാട് എക്സോഡസ് ചാപ്റ്റർ 28. എല്ലാവരും ആ ഭാഗം ഒന്ന് എടുത്തായിട്ട് നമ്മൾ ഒരുമിച്ച് ആ ഭാഗം ഒന്ന് വായിക്കുവാൻ പോകുകയാണ്. 15 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം 15 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ആ ഭാഗങ്ങളൊന്ന് വായിക്കുവാനായിട്ട് പോകുകയാണ്. We are going to read from Exodus chapter 28, verse 15 to verse 30. 15 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊരുമിച്ച് നമുക്കെല്ലാവർക്കും ചേർന്ന് ആ ഭാഗം വായിക്കാം. എല്ലാവരും എടുത്തെന്ന് വിശ്വസിക്കുന്നു. ഒരുമിച്ച് നമുക്ക് വായിക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന വിഷയമാണ് ബ്രസ്റ്റ് പ്ലേറ്റ്, ന്യായവിധി പതക്കം. എന്താണ് ന്യായവിധി പതക്കം? നമ്മൾ കഴിഞ്ഞ ദിവസം നാം കണ്ടതായിരിക്കുന്ന ഒരു ഉപകരണമായിരുന്നു, അല്ല ഒരു വസ്ത്രമായിരുന്നു എഫോദ് എന്ന് പറയുന്നത്. എഫോദ് പ്രധാനമായിട്ട് 5 വിധങ്ങളായിരിക്കുന്ന നിറങ്ങൾ കൊണ്ട് 2 മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ്. 2 മെറ്റീരിയൽ, 5 കളേഴ്സ്. അതിലൊന്ന് പൊന്ന് എന്നുള്ളതായിരിക്കുന്ന ഒരു മെറ്റീരിയലും 2 നൂല് എന്നുള്ളതായിരിക്കുന്ന വേറൊരു മെറ്റീരിയലും. എന്നാൽ ആ നൂലിന് പ്രത്യേകതയുണ്ട്. 4 വിധ നിറങ്ങളോടുകൂടെയാണ് അത് ഉണ്ടാക്കപ്പെട്ടത്. നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞുനൂൽ. അങ്ങനെ 5 കളറോടുകൂടെയാണ് എഫോദ് ഉണ്ടാക്കപ്പെട്ടത്. ഇവിടെ ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്ന ന്യായവിധി പതക്കം, ബ്രസ്റ്റ് പ്ലേറ്റ് എന്നുള്ളത് ഒരു പ്രത്യേകമായിരിക്കുന്ന വസ്ത്രത്തിനേക്കാൾ ഉപരിയായിട്ട് അത് എഫോദുമായിട്ട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു പീസാണ് ഈ ന്യായവിധി പതക്കം എന്ന് പറയുന്നത്. ന്യായവിധി പതക്കം എന്ന് പറയുന്നത് അഡീഷണൽ ഒരു വസ്ത്രമാണെങ്കിലും അത് എക്സ്ട്രാ ഒരു പീസ് തന്നെയാണ്. എന്നാൽ അതിനൊരു പ്രത്യേകതയുണ്ട്. അത് ശരീരം മുഴുവൻ മൂടുവാൻ വേണ്ടിയുള്ള വസ്ത്രമല്ല, പിന്നെയോ തൻ്റെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നതായിരിക്കുന്ന ഒരു കട്ട് പീസ്, ഒരു പീസ് മാത്രമാണ് ബ്രസ്റ്റ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം ഞാൻ പറയുന്ന വേർഡ്. എഫോദിൻ്റെ തൊട്ട് മുകളിലായിട്ട് തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു കട്ട് പീസ് മാത്രമാണ് ഈ ന്യായവിധി പതക്കം എന്ന് പറയുന്നത്. എന്നാൽ ഇതെങ്ങനെ ഉണ്ടാക്കണം? അത് ഉണ്ടാക്കേണ്ട പ്രത്യേകത പറയുന്നത് 1 ചാൺ നീളം 1 ചാൺ വീതി. അപ്പോൾ അതാണ് അതിൻ്റെ അളവ്. 1 ചാൺ നീളവും വേണം, 1 ചാൺ വീതിയും വേണം. അത് എന്ത് ചെയ്യണം? 2 മടക്കാക്കണം. എന്ന് പറഞ്ഞാൽ ഒരു പോക്കറ്റ് പോലെ ആയിരിക്കണം. അപ്പോൾ അതിനൊരു പോക്കറ്റ് ഉണ്ട്. ആ എഫോദ് എന്ത് ചെയ്യണം? ഈ 1 ചാൺ നീളവും 1 ചാൺ വീതിയും കൊണ്ട് എങ്ങനെ അത് ഉണ്ടാക്കേണ്ടത്, അത് ഉണ്ടാക്കേണ്ട മെറ്റീരിയലിനെ കുറിച്ച് അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ പറയപ്പെടുന്നത് വായിച്ചാട്ട് വേഴ്സ് 15, 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. 15-ാമത്തെ വാക്യം. ന്യായവിധി പതക്കം ചിത്രപ്പണിയായിട്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അത് സാധാരണയായിട്ട് ഒരു വെറുതെ ഉണ്ടാക്കാനല്ല, അത് ഒന്ന് അലങ്കാരികമായിട്ട്, അല്ലെങ്കിൽ ഒത്തിരി ത്രെഡ് വർക്ക് അതിനകത്ത് ചെയ്യണം. എന്തൊക്കെയാണ് അതിൻ്റെ മെറ്റീരിയൽ? വായിച്ചെടു താഴെ. ഇവിടെ പറയപ്പെടുന്ന എഫോദിന് ഏതെല്ലാം മെറ്റീരിയൽ യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതേ മെറ്റീരിയൽ കൊണ്ടാണ് ഈ ന്യായവിധി പതക്കം ഉണ്ടാക്കുവാൻ ദൈവം കൽപ്പിച്ചത്. ശ്രദ്ധിച്ച് നിങ്ങളായിരിക്കണം. എഫോദിൽ ഏതെല്ലാം മെറ്റീരിയൽ ഉണ്ടാക്കുവാൻ പറഞ്ഞിട്ടുണ്ട്, അതേ മെറ്റീരിയലുകളാണ് ന്യായവിധി പതക്കത്തിന് ഉപയോഗിക്കുവാൻ പറഞ്ഞത്. ഈ ന്യായവിധി പതക്കം എക്സ്ട്രാ ഒരു പീസ്, 1 ചാൺ നീളം 1 ചാൺ വീതി എന്ന് പറഞ്ഞ പോലെ പോക്കറ്റ് പോലെ ആയിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് സൈഡ് അഥവാ ഈ പ്രത്യേകമായിരിക്കുന്ന പീസ് അത് തൻ്റെ ശരീരത്തിൽ കിടന്ന് ആടുവാൻ ദൈവം അനുവദിക്കാതെ അതിന് എന്ത് ചെയ്യുവാൻ പറഞ്ഞു? ഒരു ചരട് കൊണ്ട് അത് എഫോദിൻ്റെ നടുക്കെട്ടിന് മുകളിലായിട്ടാണ് ഈ ന്യായവിധി പതക്കത്തിൻ്റെ താഴത്തെ പോർഷൻ ഇരിക്കേണ്ടത്. ശ്രദ്ധിക്കുക, പറഞ്ഞ വേർഡ്. എഫോദിൻ്റെ നടുക്കെട്ടിന് മുകളിലായിട്ടാണ്
ഈ ന്യായവിധി പതക്കത്തിന് താഴത്തെ പോർഷൻ ഇരിക്കേണ്ടത്. അപ്പോൾ ആ 2 പോർഷൻ എന്ത് ചെയ്യും? 2 വട്ടക്കണ്ണി ഉണ്ടാക്കി നീല നൂൽ കൊണ്ട് തൻ്റെ ഏഫോദുമായിട്ട് ചേർത്ത് ബന്ധിച്ചിരിക്കും, ടൈറ്റായിട്ട് കെട്ടി വെച്ചിരിക്കും. മുകളിലത്തേത് എന്ത് ചെയ്യും? മുകളിലത്തെ ആ പീസിൻ്റെ അവിടെയും 2 വട്ടക്കണ്ണി ഉണ്ടാക്കി അതാണ് നമ്മുടെ ഈ തോളിൽ ആ ഭാഗവുമായിട്ട് ബന്ധിച്ചു വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പ്രത്യേകമായിരിക്കുന്ന പീസ് വേറൊരു പീസാണെങ്കിലും അത് ടോട്ടലി തൻ്റെ ശരീരത്തോട് അല്ലെങ്കിൽ തൻ്റെ വസ്ത്രത്തോട് പറ്റിച്ചേർന്ന് കിടക്കുവാനിടയായി തീരും. ഒരു രീതിയിലും അതിന് മൂവ് ചെയ്യുവാനോ ആടുവാനോ മറ്റൊന്നും ആ പൊസിഷൻ വിട്ട് മാറുവാൻ സാധ്യമാണ്. വളരെ ടൈറ്റായിട്ട് ഏഫോദുമായിട്ട് ബന്ധിക്കപ്പെട്ട് വെച്ചിരിക്കുന്ന ഒരു വസ്ത്രമാണ് ന്യായവിധി പതക്കം എന്ന് പറയുന്ന കാര്യങ്ങൾ. ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞിട്ടത് നിങ്ങൾ മനസ്സിലായോ? ന്യായവിധി പതക്കം എന്ന് പറഞ്ഞ എക്സ്ട്രാ ഒരു പീസ് ആണെങ്കിലും ആ ഒരു പീസ് എന്നുള്ളത് വെളിപ്പെടത്തില്ല. പിന്നെയോ 4 ഭാഗത്തും 4 കോർണറിലും അത് താഴത്തെ ഭാഗം ഏഫോദിന്റെ നടുക്കെട്ടുമായിട്ട് ബന്ധിക്കപ്പെട്ട് വെച്ചു, മുകൾ ഭാഗം ഏഫോദിന്റെ ചുമൽക്കണ്ടങ്ങളുമായിട്ട് ബന്ധിക്കപ്പെട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് അത് തൻ്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന ഒരു പീസ് ആയിരിക്കും ഈ ന്യായവിധി പതക്കം എന്ന് പറയുന്നത്. അതാണ് ആദ്യത്തെ വിഷയം. ഇതിൻ്റെ പുറത്തെന്തുണ്ട്? പുറത്ത് 4 വരിയായിട്ട് 3 കല്ലുകൾ വെച്ച് 12 രത്നങ്ങൾ ഈ ന്യായവിധി പതക്കത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 12 കല്ലുകൾ, 12 വിധ രത്നങ്ങൾ. ഒരു രത്നമല്ല, 12 ഡിഫറെന്റ് രത്നങ്ങളാണ് ഈ ഏഫോദ് ന്യായവിധി പതക്കത്തിന് വെച്ചിരിക്കുന്നത്. അതിൽ 4 നിരയായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഫ്രണ്ടില് 3 കല്ലുകൾ, രണ്ടാമത്തെ നിര 3 കല്ലുകൾ, മൂന്നാമത്തെ നിര 3 കല്ലുകൾ, നാലാമത്തെ നിര 3 കല്ലുകൾ. അങ്ങനെ 12 വിധ രത്നങ്ങളാണ് അത് ഈ ഏഫോദിന്റെ ഈ ന്യായവിധി പതക്കത്തിൽ പതിപ്പിച്ചിരിക്കുന്നത്. എങ്ങനെ? പൊന്നുകൊണ്ട് ഒരു തടമുണ്ടാക്കി ആ തടത്തിലാണ് ഈ രത്നങ്ങൾ പതിപ്പിക്കുവാനിടയായിത്തീരുന്നത്. എന്നാൽ ഈ രത്നങ്ങൾ പതിപ്പിക്കുമ്പോൾ ഒരു കാര്യം ദൈവം കൽപ്പിച്ചു. ഈ രത്നങ്ങളിൽ ഓരോ രത്നങ്ങളിലും ഇസ്രായേൽ മക്കളുടെ ഓരോ ഗോത്രങ്ങളുടെ പേര് രേഖപ്പെടുത്തണം. എന്ന് പറഞ്ഞാൽ ഈ 12 രത്നങ്ങളിൽ 12 ഗോത്രങ്ങളുടെ പേരാണ് രേഖപ്പെടുത്തേണ്ടത്. നമ്മൾ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ചിന്തിച്ചു, ഈ ചുമൽക്കണ്ടങ്ങൾ വെച്ചിരിക്കുന്ന ഗോമേദ കല്ലുകൾക്ക് ഒരു പ്രത്യേകത. 2 കല്ലുകളാണ് വെച്ചിരിക്കുന്നത്. എന്നാൽ ഈ 2 കല്ലുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിനകത്തും ഇസ്രായേൽ മക്കളുടെ പേരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? അത് ജനനക്രമത്തിൽ. ശ്രദ്ധിച്ചോണേ, അവിടെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നത് ജനനക്രമത്തിലാണ്. എന്നാൽ ഇവിടെ പറയപ്പെടുന്നത് ജനനക്രമമല്ല. ഇവിടെ പറയപ്പെടുന്നത് ഇസ്രായേൽ ഗോത്രങ്ങളുടെ 12 ഗോത്രങ്ങളുടെയും പേര് അവിടെ രേഖപ്പെടുത്തണം. ഈ ചരിത്രകാരന്മാർ പറയുന്നത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന രത്നങ്ങളിൽ രേഖപ്പെടുത്തിയ പേരുകൾ എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കളെ ദൈവം വെച്ചിരുന്ന പൊസിഷൻ അനുസരണമായിട്ടാണ് അവരുടെ പേരുകൾ രേഖപ്പെടുത്തുവാനിടയായിത്തീർന്നത്. ഞാൻ പറഞ്ഞത് ഒന്ന് ശ്രദ്ധിക്കുക. ദൈവം ഇസ്രായേൽ മക്കളെ ഈ 12 ഗോത്രങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകുവാനായിട്ട് ദൈവം കൽപ്പിച്ചപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും സഞ്ചരിക്കുവാനായിട്ട് ദൈവം വ്യവസ്ഥ വെച്ചില്ല. ഓരോ ഗോത്രങ്ങൾക്ക് ഒരു തലവനുണ്ട്. ആ തലവന്റെ കീഴിലായിരിക്കണം അവർ പോകേണ്ടത്. ഓരോ ഗോത്രങ്ങൾക്ക് ഒരു കൊടി അടയാളമായിട്ടുണ്ട്. ആ കൊടിയുടെ കീഴിലായിരിക്കും അവർ മുൻപോട്ട് കടന്നു പോകേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കണം, ആ ഗോത്ര തലവൻ അഥവാ ദൈവത്താൽ ആക്കി വെച്ചപ്പെട്ടിരിക്കുന്ന ആ നേതാവ് അല്ലെങ്കിൽ ലീഡർഷിപ്പ് ഉള്ള വ്യക്തി, ആ വ്യക്തിയുടെ മൂവ്മെന്റ്സിനനുസരണമായിട്ടാണ് ആ ഹോൾ ഗോത്രങ്ങൾ യാത്ര പുറപ്പെടേണ്ടത്. ആ യാത്ര പുറപ്പെടേണ്ടതും വസിക്കേണ്ടതും അത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ദൈവം ഇവരെ മുൻപോട്ട് നയിക്കുവാനായിട്ടിടയായിത്തീർന്നത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഒരാൾ അല്പം മുമ്പോട്ട് ഓടി, അടുത്ത ആൾ അല്പം പിന്നോട്ട് ഓടി. ഈ പരിപാടി അന്ന് ദൈവം ഇസ്രായേൽ മക്കളെ നടത്തിയപ്പോൾ ഉള്ള പദ്ധതിയല്ല. പിന്നെയോ ദൈവം അവരെ നടത്തുവാൻ ആഗ്രഹിച്ചതുപോലെ ഓരോ ഗോത്രങ്ങൾ വായിച്ചിട്ട് ഒരു വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് ആ വിഷയം ഞാൻ വെളിപ്പെടുത്തരാം. എന്നിട്ട് എൻ്റെ വിഷയത്തിൽ ഞാൻ നിൽക്കാം. വായിച്ചിട്ട് നമ്പേഴ്സ്, സംഖ്യാപുസ്തകം 2-ാം അധ്യായം. സംഖ്യാപുസ്തകത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. നമ്പേഴ്സ് ചാപ്റ്റർ 2 വേഴ്സ് 2.
നമ്പേഴ്സ് 2:2 സംഖ്യാപുസ്തകം 2-ാം അധ്യായം 2-ാമത്തെ വാക്യം. നിങ്ങളത് ആ വാക്യം നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം, എങ്കിൽ നിങ്ങൾക്കത് ഭാവിയിൽ അത് മനസ്സിലാക്കേണ്ട ഭാഗമാണ്. അവിടെ പറയപ്പെടുന്നത് വായിച്ചാട്ടത്, ഇസ്രായേൽ മക്കൾ ഓരോരുത്തൻ അടയാളത്തോട് കൂടിയ കൊടിക്കരികെ പാളയം ഇറങ്ങണം. അപ്പോൾ ഇസ്രായേൽ മക്കൾ പാളയം ഇറങ്ങേണ്ടത് എവിടെയായി ഇറങ്ങേണ്ടത്? അവിടെ പറയുന്നു ഓരോ ഗോത്രത്തിന്റെ എന്തോ ഉണ്ട്, കൊടിക്കരികെ. അപ്പോൾ ഓരോ ഗോത്രത്തിനും എന്തോ ഉണ്ട്, ഓരോ കൊടിയുണ്ട്. കൊടി നമ്മളെ എന്ത് വെളിപ്പെടുത്തുന്നു? അവരുടെ ഐഡന്റിറ്റിയെ വെളിപ്പെടുത്തുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഇസ്രായേൽ മക്കൾക്ക് 12 ഗോത്രങ്ങൾക്കും ഓരോ ഗോത്രങ്ങൾക്കും ഒരു കൊടി കൊടുത്തിട്ടുണ്ട്. ആ കൊടിയുടെ അടയാളത്തിന് കീഴിലാണ് ആ ഹോൾ ട്രൈബ്സ്, ആ ഹോൾ ഗോത്രങ്ങൾ ആയിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗോത്രത്തിന് അടുത്തടുത്തേക്ക് ഓടുവാനായിട്ട് സാധ്യമല്ല. ഈ ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെടുമ്പോൾ രൂബേൻ ഗോത്രമാണെങ്കിൽ ആ രൂബേൻ ഗോത്രത്തിലുള്ളവരെല്ലാവരും എവിടെ തന്നെ കാണണം? ആ കൊടിയുടെ അടയാളത്തിന് കീഴിൽ. എന്ന് പറഞ്ഞാൽ ആ ഹോൾ ഗോത്രം ഒരു ഗ്രൂപ്പായിട്ടാണ് യാത്ര ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ മറ്റൊരു ഗോത്രം ഇവരുമായിട്ട് ഇടപെടുന്നില്ല. കാരണം ഇവർക്ക് ദൈവം ഒരു കൊടി, അടയാളമായിട്ടൊരു കൊടി കൊടുത്തിട്ടുണ്ട്. ആ കൊടിയുടെ അടയാളത്തിൻ്റെ കീഴിലാണ് ആ കൊടിയുമായിട്ട് ലീഡർ മുൻപോട്ട് കടന്നു പോകുമ്പോൾ ബാക്കിയുള്ള ഇവരുടെ മാർച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വളരെ നല്ലൊരു മാർച്ച്. കാരണം ഇവര് മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയെങ്കിലും അങ്ങ് പോകുകയല്ല, ഒരു പട്ടാളം മാർച്ച് ചെയ്യുന്നത് പോലെയാണ് ഈ ജനം മുൻപോട്ട് കടന്നു പോകുന്നത്. കാരണം നേതാവിൻ്റെ കയ്യിൽ ഒരു കൊടിയുണ്ട്. ആ കൊടിയുടെ കൊടിക്കീഴിലാണ് ബാക്കിയുള്ള ഗോത്രങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ ഈ ഓരോ ഗോത്രങ്ങൾക്ക് അവരവർക്ക് ഒരു കൊടി അടയാളമായിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ 11-ാം അധ്യായത്തിലേക്ക് വീണ്ടും കടന്നു വന്നു. നമ്പേഴ്സ് ചാപ്റ്റർ 10 10-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. ചാപ്റ്റർ 10 വേഴ്സ് 14 to 28 നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. എന്നാൽ നമ്മുടെ ചിന്തയിൽ നിങ്ങൾക്ക് വെളിപ്പെടുത്തുവാൻ വേണ്ടി 1-2 വാക്യങ്ങൾ വായിച്ചിട്ട് അതിൻ്റെ ഈ പ്രത്യേകമായിരിക്കുന്ന 4 സെക്ഷനിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഇസ്രായേൽ മക്കളുടെ പുറപ്പാട് ഇപ്രകാരം, അവരുടെ താമസം ഇപ്രകാരമായിരുന്നു. കിഴക്ക് 3 ഗോത്രങ്ങൾ, വടക്ക് 3 ഗോത്രങ്ങൾ, തെക്ക് 3 ഗോത്രങ്ങൾ, പടിഞ്ഞാറ് 3 ഗോത്രങ്ങൾ. ഇങ്ങനെയാണ്. ശ്രദ്ധിക്കുക, ഞാൻ ഈ പറയുന്ന വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇസ്രായേൽ മക്കൾ 12 ഗോത്രങ്ങൾ പാളയം ഇറങ്ങിയത്. വടക്ക് 3 ഗോത്രം, തെക്ക് 3 ഗോത്രം, കിഴക്ക് 3 ഗോത്രം, പടിഞ്ഞാറ് 3 ഗോത്രം. ഇതിൻ്റെ നടുവിലാണ് ആര് താമസിക്കുന്നറിയാമോ? ലേവി ഗോത്രം താമസിക്കുന്നത്. ലേവി പുരോഹിതന്മാരുടെ ഒരു ഗണമുണ്ട്. അതിനടുത്ത് പുറത്തുള്ള ലേവി ഗോത്രങ്ങളുണ്ട്. ഇവര് പാളയം ഇറങ്ങിയിരിക്കുന്നത് ഈ 12 ഗോത്രങ്ങൾക്ക് അകത്ത് വശത്തായിട്ട് സമാഗമന കൂടാരത്തോട് ചേർന്ന് കിടക്കുന്ന 4 ഭാഗങ്ങളിലായിട്ടാണ് ഈ ലേവിയുടെ 4 മക്കൾ കിടക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അപ്പോൾ അവർക്കും കൊണ്ടൊരു കൊടിയുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഇസ്രായേൽ മക്കൾ വാസ്തവത്തിൽ അവരുടെ ട്രൈബ്സ് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എത്ര ട്രൈബ്സ് ഉണ്ട്, എത്ര ഗോത്രങ്ങളുണ്ട്? 12 ഉണ്ടെങ്കിലും ദൈവം യോസെഫിനെ കാണുവാനായിട്ട് മിസ്രൈമിലേക്ക് കടന്നു ചെന്നപ്പോൾ യോസെഫിന്റെ 2 മക്കളെ യോസെഫ് യാക്കോബിന്റെ അടുക്കൽ കൊണ്ടുവന്ന സമയത്ത് യാക്കോബ് ഇപ്രകാരം യോസെഫിന് ഒരു അനുഗ്രഹം കൊടുത്തു. യാക്കോബ് യോസെഫിനോട് പറഞ്ഞൊരു കാര്യം ഇതാണ്: നിനക്ക് മിസ്രൈം ദേശത്ത് വെച്ച് ജനിച്ച ഈ 2 മക്കൾ എൻ്റെ മക്കൾ പോലെ ആയിരിക്കട്ടെ. അപ്പോൾ വാസ്തവത്തിൽ യോസെഫിന്റെ 2 മക്കളെ ആര് ഏറ്റെടുത്തു? ദത്തെടുത്തു. യാക്കോബ് ഏറ്റെടുക്കുവാനായിട്ട് കാരണമായി തീർന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, വാസ്തവത്തിൽ ഈ യോസെഫ് മാറ്റപ്പെട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, യോസെഫിനാണ് യാക്കോബ് കുടുംബത്തിലെ മൂത്ത മകന് ലഭിക്കേണ്ട പദവി കൊടുക്കുന്ന. ഇസ്രായേൽ മക്കളിൽ ഗോത്രത്തിൻ്റെ ആ ഒരു കുടുംബത്തിന്റെ മൂത്ത മകനാണെങ്കിൽ അപ്പൻ്റെ 2 ഭാഗത്തിന്റെ അവകാശിയാണ്.
എന്ന് പറഞ്ഞ പോലെ യോസെഫിന് ദൈവം യാക്കോബ് കൊടുത്തൊരു അനുഗ്രഹമായിരുന്നു അപ്പൻ്റെ 2 ഭാഗത്തിന് അവകാശം. ഈ 2 ഭാഗത്തിന് അവകാശം ആരാ എടുത്തതെന്ന് പറഞ്ഞാൽ യോസെഫിൻ്റെ 2 മക്കളാണ് അത് അവകാശം പ്രാപിച്ചത്. അങ്ങനെയെങ്കിൽ യോസെഫിനെ ഒന്ന് മാറ്റി പകരം 2 മക്കളെയും ലേവി ഗോത്രത്തെ ഇങ്ങോട്ട് ഉൾപ്പെടുത്താമെങ്കിൽ ടോട്ടലി എത്ര ഗോത്രമായി കഴിഞ്ഞു? 13 ഗോത്രമായി കഴിഞ്ഞു. നിങ്ങൾ മനസ്സിലായി? ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? ആർക്ക് മനസ്സിലായി? മനസ്സിലായോ? ഞാൻ പറഞ്ഞു വന്നത് ഇസ്രയേൽ ഗോത്രങ്ങൾ 12, യാക്കോബിന്റെ മക്കൾ 12 മക്കളാണ്. എന്നാൽ യാക്കോബ് എന്ത് ചെയ്തു? യോസെഫിനോട് പറഞ്ഞു, നിന്റെ 2 മക്കൾ എൻ്റെ മക്കളായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ യാക്കോബ് ഈ യോസെഫിന്റെ 2 മക്കളെ തൻ്റെ മക്കളായിട്ട് എടുത്തു. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് രൂബേന് കൊടുക്കേണ്ടതായിരിക്കുന്ന ജ്യേഷ്ഠാവകാശം രൂബേൻ നഷ്ടപ്പെടുത്തി അപ്പൻ്റെ ശയ്യമേൽ കയറി കിടന്നത് കൊണ്ട് നിങ്ങൾക്കറിയാം വിഷയങ്ങൾ. ദൈവം അപ്പൻ രൂബേനെ ശാസിച്ചിട്ട് ആ അനുഗ്രഹം കൊടുത്തത് യോസെഫിന്. യോസെഫിന് എന്ത് ചെയ്തു? യാക്കോബിന്റെ 2 അവകാശത്തിന് യോസെഫ് അവകാശിയായി. തനിക്ക് ലഭിച്ച ഈ 2 അവകാശം തൻ്റെ 2 മക്കൾക്കാണ് യാക്കോബ് കൊടുത്തത്. നിങ്ങൾ മനസ്സിലാക്കുന്ന വിഷയം, 2 മക്കൾക്കാണ് യാക്കോബ് കൊടുത്തത്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ തോളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പേരുകൾ, ആ പേരുകൾക്കൊരു പ്രത്യേകതയുണ്ട്. ആ പേരുകൾ എങ്ങനെ രേഖപ്പെടുത്തുവാൻ പറഞ്ഞു? ജനനക്രമത്തിൽ എന്ന് പറഞ്ഞാൽ ജനനക്രമത്തിൽ 12 പേരുകൾ കടന്നു വരുമ്പോൾ അതിനകത്ത് ആരുടെയൊക്കെ പേര് കാണത്തില്ല. ജനനക്രമത്തിൽ പേര് രേഖപ്പെടുത്തിയാൽ ആരുടെയൊക്കെ പേര് കാണത്തില്ല? മനശ്ശെ, എഫ്രൈം എന്നുള്ള പേര് കാണത്തില്ല. പകരം ആരുടെ പേര് കാണും? യോസെഫ് എന്നുള്ള പേരേ അവിടെ കാണത്തുള്ളൂ. ഈ കല്ലിൽ ആരും കൂടെ സ്ഥാനം പിടിച്ചു? ലേവിയും കൂടെ. എഫ്രൈം മനശ്ശെ അതിനകത്തില്ല. കാരണം എഫ്രൈം മനശ്ശയ്ക്ക് പകരം ജനനക്രമത്തിൽ കടന്നു വരുമ്പോൾ ആരുടെ പേരുകളായി? യോസെഫിന്റെ. അപ്പോൾ യോസെഫ് റെപ്രസെന്റ് ചെയ്യുന്നത് ആരെ റെപ്രസെന്റ് ചെയ്യുക? മനശ്ശെയും എഫ്രൈമിനെ. നിങ്ങൾ മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത്, മനശ്ശെയും എഫ്രൈമിനെയാണ് യോസെഫ് റെപ്രസെന്റ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ആരുടെ പേരുകൾ വന്നു? മനശ്ശെയും എഫ്രൈം അങ്ങ് മാറിയത് കൊണ്ട് യോസെഫിന്റെ പേര് വന്നതോടുകൂടെ മറ്റൊരാളുടെ പേരുകൂടെ വന്നു. ആര്? ലേവിയുടെ പേരും കൂടെ വന്നു. എന്നാൽ ഈ 12 ഗോത്രങ്ങൾ ചുറ്റുപാട് കിടക്കുന്നതിനകത്ത് 2 പേര് മാറ്റപ്പെട്ട് അടുത്ത 2 പേര് കടന്നു വന്നു. അതാരൊക്കെയാ? ഞാൻ പറയുണ്ടായി, ഈ 12 ഗോത്രങ്ങൾ, ഓരോ ഗോത്രങ്ങൾ 3 സൈഡിൽ കിടക്കുമ്പോൾ വായിച്ചോട്ടെ. പെട്ടെന്ന് നിങ്ങൾക്ക് ആ വിഷയത്തിൽ എങ്ങനെ കൊണ്ടുവരാം. നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ നോട്ട് ചെയ്യണം. വായിച്ചോട്ടെ. 14-ാമത്തെ വാക്യം, 10-ാം അധ്യായം, നമ്പേഴ്സ് ചാപ്റ്റർ 10 വേഴ്സ് നമ്പർ 14. അപ്പോൾ ഒന്നാമത്തെ ഒരു ഗോത്രത്തിന്, ഈ 3 ഗോത്രങ്ങളായിട്ടാണ് അവർ പാളയമിറങ്ങുന്നതെങ്കിലും ആ 3 ഗോത്രങ്ങൾക്കും കൂടെ ആരുണ്ട്? ഒരു നേതാവുണ്ട്. അപ്പോൾ ആ നേതാവിൻ്റെ ആദ്യത്തെ കിഴക്ക് ഭാഗത്ത് പാളയമെന്ന നേതാവിൻ്റെ ലീഡർഷിപ്പിൻ്റെ പേരാണ് യഹൂദാ ഗോത്രം. അപ്പോൾ അവരാണ് മറ്റു 2 ഗോത്രങ്ങളെ കൂടെ നയിച്ചുകൊണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ 3 പേർക്കും എന്തുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇവർക്ക് 3 പേർക്കും അവരവരുടെ കൊടിയുണ്ട്. ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ വേർഡ്. നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ എന്നോട് കൂടെ ഉണ്ടല്ലേ? ഇവർക്ക് 3 പേർക്കും അവരവരുടെ കൊടിയുണ്ട്. എന്നാൽ ഇവർക്ക് ഒരു നായകനുണ്ട്. നായകന്റെ കൊടിക്കീഴിലാണ് ബാക്കിയുള്ള ആര് കിടക്കുന്നത്? ഈ 2 ഗോത്രങ്ങൾ കിടക്കും. ഈവൻ ദോ മറ്റ് 2 ഗോത്രങ്ങൾക്ക് കൊടിയുണ്ട്, അവരുടെ കൊടി അവർ ഉയർത്തി പിടിച്ചിട്ടുള്ള സത്യമാണ്. എന്നാൽ ആ ലീഡർഷിപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ 2 കൊടിക്കല്ല വിലയുള്ളത്. പിന്നെ ഏത് കൊടിക്ക് മാത്രമേ ഉള്ളൂ? യഹൂദയാണ് ഫസ്റ്റ് ലീഡർഷിപ്പ്. യഹൂദയോടുകൂടെ ആരൊക്കെ ഉണ്ട്? പെട്ടെന്ന് വായിച്ചു വിട്ടാറ്. യഹൂദയോടുകൂടെ 15-ാമത്തെ വാക്യം. അപ്പോൾ 2 ഗോത്രങ്ങൾ ഈ യഹൂദയോടുകൂടെ ചേർന്നുണ്ട്. അവരാരൊക്കെയാ? ഒന്ന് നോട്ട് ചെയ്തോ നിങ്ങൾ? ഇത് ആവശ്യമുണ്ടോ? ഒന്ന് നോട്ട് ചെയ്തോ. ഈ യഹൂദയോടുകൂടെ ചേർന്ന് കിടക്കുന്ന 2 ഗോത്രങ്ങൾ, ഇവർ കിഴക്ക് ഭാഗത്താണ് ഇവർ പാളയം ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇവരാണ് ആദ്യം യാത്ര പുറപ്പെടേണ്ടത്, ആദ്യം താമസിക്കേണ്ടത് ഇവരാ. അപ്പോൾ ഈ യഹൂദ ഗോത്രത്തോടുകൂടെ പാളയം ഇറങ്ങിയിരിക്കുന്ന മറ്റു 2 ഗോത്രങ്ങളാണ് ഏതൊക്കെ? സെബുലൂനും ആരൊക്കെ? ഇസഖാറും സെബുലൂനും. ഒന്ന് എഴുതിയാട്ട്.
ഫസ്റ്റ് യഹൂദ, ഇസഖാർ, സെബൂലൂൻ. നെക്സ്റ്റ് ഗണം 18-ാമത്തെ വാക്യം വായിച്ചാട്ടോ. 18 വേഴ്സ് 18. രൂബേന്റെ കൊടി. അപ്പോൾ അടുത്ത 3 ഗണത്തിന്റെ ഒരു നേതാവാണ്, 3 ഗണത്തിന്റെ നേതാവാണ് രൂബേൻ. അപ്പോൾ യഹൂദ ഒരു 3 ട്രൈബ്സിന്റെ ഒരു ലീഡർഷിപ്പ് എടുക്കുന്നു. നെക്സ്റ്റ് 3 ട്രൈബ്സിന്റെ ലീഡർ എന്ന് പറയുന്നത് രൂബേൻ. രൂബേനോട് കൂടെ ആരൊക്കെ ഉണ്ടോ വായിച്ചോട്ട്. അതിന്റെ 19. 1 ശിമയോൻ. പിന്നെ നെക്സ്റ്റ് അതിൻ്റെ 20 ഗാദ്. അപ്പോൾ രൂബേനോടുകൂടെ ചേർന്ന് കിടക്കുന്ന 2 ഗോത്രങ്ങൾ, കൂടെ പോകേണ്ട 2 ഗോത്രങ്ങളാണ് ഏതൊക്കെയാ? ശിമയോനും ഗാദും. ആ 2 ഗോത്രങ്ങൾ, ഇവർ 3 പേര് ഒരുമിച്ച് പോകുന്നു. നെക്സ്റ്റ് അതിൻ്റെ 22-ാമത്തെ വാക്യം. അടുത്ത ലീഡർഷിപ്പ് ഉള്ള ആളാണ് എഫ്രൈം. എഫ്രൈമിനോട് കൂടെ ആരൊക്കെ ഉണ്ട്? 23 വേഴ്സ്. എഫ്രൈമിനോട് കൂടെ ചേർന്നുള്ള ഗോത്രമാണ് മനശ്ശെ. നെക്സ്റ്റ് 24 ബെന്യാമീൻ. അപ്പോൾ എഫ്രൈമിനോട് കൂടെ ചേർന്ന് കിടക്കുന്ന 2 ഗോത്രങ്ങളുണ്ട്. ഒന്ന് മനശ്ശെയും ബെന്യാമീനും. അവർ 3ഉം ഒരേ ലൈനിൽ കിടക്കുന്നു. നെക്സ്റ്റ് ഗോത്രം അതിൻ്റെ 25-ാമത്തെ വാക്യം. അപ്പോൾ ഏറ്റവും പിന്നിൽ കിടക്കുന്ന ഒരു ഗോത്രമാണ് ദാൻ ഗോത്രം. അപ്പോൾ നെക്സ്റ്റ് ഗോത്രത്തിന്റെ തലവൻ, നെക്സ്റ്റ് സെക്ഷന്റെ തലവൻ എന്ന് പറയുന്നത് ദാനോടുകൂടെ ആരുണ്ട്? അതിൻ്റെ 26 അശേർ. ദാനോടുകൂടെ ചേർന്ന് അശേർ. നെക്സ്റ്റ് വേഴ്സ്. അതിനോടുകൂടെ ചേർന്ന് നഫ്താലി. അപ്പോൾ ഇവിടെ ദാനോടുകൂടെ ചേർന്ന് കിടക്കുന്ന 2 ഗോത്രങ്ങൾ അശേറും പിന്നെ നഫ്താലി. അപ്പോൾ ഈ 12 ഗോത്രങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ 2 പേരുടെ പേര് അതിനകത്തില്ല. ഈ 2 ഗോത്രങ്ങൾ എന്ന് പറയുന്നത് ലേവിയും യോസേഫും. എന്നാൽ പകരം 2 ഗോത്രങ്ങൾ വന്നു. ആരൊക്കെ വന്നു? മനശ്ശെയും എഫ്രൈം. ഈ തോളിലേക്ക് ചെല്ലുമ്പോൾ ആരില്ല? മനശ്ശെയും എഫ്രൈം ഇല്ല. അതുകൊണ്ട് അവരെ ഔട്ട്കാസ്റ്റ് ചെയ്യുന്നതല്ല, അവർക്ക് പകരം ആര് വന്നിട്ടുണ്ട്? യോസെഫ് വന്നിട്ടുണ്ട്. നെഞ്ചിലേക്ക് കടന്നു വരുമ്പോൾ ആരില്ല? യോസെഫ് ഇല്ലെങ്കിലും യോസെഫിന്റെ 2 ഗോത്രങ്ങൾ, 2 മക്കളും ഇവിടെ ഉണ്ട്. ഓൾറെഡി 2 മക്കളും ഇവിടെ ഉണ്ട്. ആ നെഞ്ചത്തുണ്ട്. പക്ഷെ ആരില്ല? ലേവി ഗോത്രമില്ല. നിങ്ങൾ മനസ്സിലാക്കുന്നോ വിഷയം? ആർക്കറിയാതില്ലേ? മനസ്സിലാക്കുന്ന വിഷയം. ഓക്കെ, ഇവിടെ ലേവി ഗോത്രമില്ല. പക്ഷേ ലേവി ഗോത്രത്തിന്റെ പൊസിഷൻ എവിടെ ദൈവം കൊടുത്തു? നിങ്ങൾ വായിച്ചാട്ടെ 2-ാം അധ്യായത്തിലേക്ക് ഒന്ന് വായിച്ചാട്ടെ. 2-ാം അധ്യായം. ഓക്കെ, വായിച്ചാട്ട് അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 2-ാമത്തെ വാക്യം ഒന്ന് 3-ാമത്തെ വാക്യം വായിച്ചാട്ടെ. അപ്പോൾ അവരെവിടെ പാളയം ഇറങ്ങേണ്ടത്? കിഴക്ക് ഭാഗത്ത്. യഹൂദ ആ ഗോത്രങ്ങൾ എഴുതിയിട്ടുള്ളവർ ഒന്ന് നോട്ട് ചെയ്താട്ട് ഇവരെവിടെ പാളയം ഇറങ്ങണം? കിഴക്കാണ് അവർ പാളയം ഇറങ്ങേണ്ടത്. നെക്സ്റ്റ് 10-ാമത്തെ വാക്യം. അപ്പോൾ രൂബേനും കൂട്ടത്തിലുള്ള മറ്റ് 2 ഗോത്രങ്ങളുടെ എവിടെ പാളയം ഇറങ്ങണം? തെക്ക് ഭാഗത്ത് പാളയം ഇറങ്ങണം. വേഴ്സ് 18. പടിഞ്ഞാറ് ഭാഗത്ത്. അപ്പോൾ എഫ്രൈമും കൂട്ടരും എവിടെ പാളയം ഇറങ്ങണം? പടിഞ്ഞാറ് ഭാഗത്ത്. നെക്സ്റ്റ് വേഴ്സ് 25. വടക്കേ ഭാഗത്ത്. അപ്പോൾ ഈ 4 കൂട്ടരും 4 സൈഡിലാണ് പാളയം ഇറങ്ങേണ്ടത്. ഏതിന് 4 സൈഡിൽ? സമാഗമന കൂടാരത്തിന്റെ 4 വശത്ത്. നിങ്ങൾ മനസ്സിലാക്കണം, സമാഗമന കൂടാരം എന്തിനുള്ളതാണെന്ന് അറിയാമോ? ദൈവം പറഞ്ഞു, ഞാൻ അവരുടെ നടുവിൽ വസിക്കേണ്ടതിന് അവർ എനിക്ക് ഒരു നിവാസമുണ്ടാക്കണം. അപ്പോൾ ദൈവം വസിക്കുന്ന വിശുദ്ധ നിവാസമാണ് ഏത്? സമാഗമന കൂടാരം. അപ്പോൾ ഈ സമാഗമന കൂടാരത്തിന് അടുത്ത് ചെല്ലുവാൻ ദൈവം അലവ് ചെയ്തിരിക്കുന്നത് ആരെ മാത്രമേ ഉള്ളൂ?
ഇതിൻ്റെ തൊട്ട് അകത്ത് കിടക്കുന്നവർ ആരാ? അകത്ത് കിടക്കുന്നതെന്ന് വായിച്ചോട്ടെ. നിങ്ങൾ വായിച്ചോട്ടെ. വേഴ്സ് 17, 17-ാമത്തെ വാക്യം. പിന്നീടാണ് സമാഗമന കൂടാരം പാളയം പുറപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇസ്രായേൽ ഗോത്രങ്ങൾ ദൈവം ഒന്ന് പറയുക മാർച്ച് എന്ന് പറയുമ്പോൾ ആദ്യം യാത്ര തുടങ്ങേണ്ടത് ആരാന്നറിയാമോ? ആദ്യം യാത്ര പുറപ്പെടേണ്ടത് യഹൂദ ഗോത്രം യാത്ര പുറപ്പെടുമ്പോഴാണ് ഈ സമാഗമന കൂടാരമെല്ലാം അഴിച്ചു പൊളിക്കുന്നത്. ഈ പൊളിച്ചു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ പുറത്തുള്ള പ്രാകാരം, അതോടൊപ്പം തന്നെ തിരശ്ശീല, ഇതിൻ്റെ ചുറ്റുപാടുമുള്ള മുടി, ഇതെല്ലാം കൂടെ കൊണ്ടാണ് ഫസ്റ്റ് ലേവ്യർ പാളയം മുൻപോട്ട് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഗണം പോയി, അടുത്ത ഗോത്രം പോയതിനു ശേഷം അതിൻ്റെ പിന്നിലാണ് നടുഭാഗത്തായിട്ടാണ് ആര് പാളയം ഇറങ്ങേണ്ടത്, ആര് പോകേണ്ടത്? ഈ സമാഗമന കൂടാരം പൊക്കിക്കൊണ്ട് പോകേണ്ടത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഒരു കാരണവശാലും ഒരു അന്യ ജാതിക്കാരൻ ഈ സമാഗമന കൂടാരത്തോട് അടുക്കുവാനേ സാധ്യമല്ല. അവരുടെ പുറപ്പാട് നമ്മൾ നോക്കിയാലും, അവർ വസിക്ക് നമ്മൾ എടുത്തു പഠിച്ചാലും, എങ്ങനെല്ലാം നോക്കിയാലും ഒരന്യൻ അടുത്തു വരുവാൻ ദൈവം അലവ് ചെയ്തിട്ടില്ലേ. അപ്പോൾ ഇവിടെ ഈ സമാഗമന കൂടാരം കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കുമായിട്ട് കിടക്കുമ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതിൻ്റെ ചുറ്റുപാടിലുമാണ് ലേവി 4 ഗോത്രങ്ങൾ ലേവിയർ എന്ന ഗോത്രത്തിൽപ്പെട്ട 4 മക്കൾ പാളയം ഇറങ്ങിയിരിക്കേണ്ടത്. അവര് എന്ത് ചെയ്യണം? കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കുമായിട്ട് പാളയത്തിന്, ഏതിന്? ഈ സമാഗമന കൂടാരത്തിന് തൊട്ടടുത്ത് അവരാ പാളയം ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ ഇവിടെ പറഞ്ഞു വന്ന വിഷയം എന്ന് പറയുന്നത്, ഇവർക്ക് ഇഷ്ടം പോലെ മൂവ് ചെയ്യുവാനോ ഇഷ്ടം പോലെ പിന്നോട്ട് പോകുവാനോ ദൈവം അവരെ അലവ് ചെയ്തില്ല. പകരം പിന്നെ ദൈവം അവർക്കെല്ലാം എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു ചിട്ട കൊടുത്തിട്ടുണ്ട്, ഒരു ഡിസിപ്ലിൻ കൊടുത്തിട്ടുണ്ട്. ആ ഡിസിപ്ലിൻ അനുസരിച്ചാണ് അവർ മുൻപോട്ട് പോകുന്നത്. യാത്ര പുറപ്പെടണമെങ്കിൽ ആര് പുറപ്പെടണം? ആദ്യം യഹൂദ പുറപ്പെടണം. അല്ലാതെ മറ്റൊരു ഗോത്രത്തിനും എടുത്തു ചാടുവാൻ ദൈവം അലവ് ചെയ്തില്ല. യഹൂദ ഗോത്രം യാത്ര പുറപ്പെടുമ്പോൾ മറ്റ് 2 ഗോത്രങ്ങൾ അവരുടെ പിന്നാലെ യാത്ര പുറപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്, ഈ പറയപ്പെടുന്നതായിരിക്കുന്ന അഹരോന്റെ നെഞ്ചത്ത് വെച്ചിരിക്കുന്ന ന്യായവിധി പതക്കത്തിൽ 12 രത്നങ്ങൾ വെച്ചിട്ടുണ്ട്. ഈ 12 രത്നങ്ങൾ എന്ന് പറയുന്നത് ചരിത്രകാരന്മാർ പറയുന്ന അനുസരണമായിട്ട് ഗോമേദ കല്ലുകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെയല്ല ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെയോ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവരെ ദൈവം വെച്ചിരിക്കുന്ന പൊസിഷൻസിന് അനുസരണമായിട്ടാണ് വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആര് എവിടെ പാളയം ഇറങ്ങുവാൻ പറഞ്ഞുവോ അതിനനുസരണമാണ്. അങ്ങനെയെങ്കിൽ ആദ്യത്തെ നിരയെന്ന് പറയുന്നത് ആര് വരും? ആദ്യത്തെ 3 കല്ലുകൾ എന്ന് പറയുന്നത് ആര് വരും? യഹൂദയും അതിനോട് ചേർന്നവരും. രണ്ടാമത്തെ നിരയെന്ന് പറഞ്ഞാൽ ആര് വരും? രൂബേനും അവരോടുകൂടെ ചേർന്ന് വരും. മൂന്നാമത്തെ നിരയെന്ന് പറയുന്നത് ആര് വരും? മനശ്ശെയും എഫ്രൈമും അവരോട് കൂടെയുള്ളവരും. നാലാമത്തെ നിര എന്ന് പറയുന്നത് ആര് വരും? ദാനും ദാനിനോട് കൂടെയുള്ളവരും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഗോത്രങ്ങൾ, ഈ 12 രത്നങ്ങൾ ഈ ഓരോ ഗോത്രങ്ങളെ വെളിപ്പെടുത്തുന്നുവെങ്കിൽ അവർക്ക് ചില പ്രത്യേകതകളൊക്കെ നമുക്കവിടെ കാണുവാൻ സാധിക്കും. ഞാൻ ആ വിഷയത്തിലേക്ക് നിങ്ങളെ കൂടുതൽ കൊണ്ടുപോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അതിൻ്റെ ആ ഭാഗം ഞാൻ ടോട്ടലി അങ്ങ് വിട്ടുകളയുക. ആക്ച്വലി ഇവിടെ നമ്മൾ കാണുന്ന വിഷയം എന്ന് പറയുന്നത്, ഈ 12 രത്നങ്ങളിന്മേൽ ഓരോ ഗോത്രത്തിൻ്റെ പേരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യത്തെ കല്ലുകളിന്മേൽ രേഖപ്പെടുത്തിയത് യഹൂദ, അതിനടുത്ത കല്ലുകളിൽ അടുത്ത പേര്. അങ്ങനെയെങ്കിൽ ഈ 12 ഗോത്രങ്ങളുടെ പേരുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഈ ന്യായവിധി പതക്കത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത ഞാൻ പറഞ്ഞു, ഇതൊരു പോക്കറ്റ് പോലാണ്. ഈ പോക്കറ്റിനകത്ത് 2 കല്ലുകൾ വെച്ചിട്ടുണ്ട്. പോക്കറ്റിനകത്ത് 2 കല്ലുകൾ. എങ്ങനെയുള്ള കല്ലുകളാണെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ആ കല്ലുകൾക്ക് 2 പേര് കൊടുത്തിട്ടുണ്ട്. 1 വെളിപ്പാട്, 2 സത്യം. ഊറീമും തുമ്മീമും, വെളിപ്പാടും സത്യവും. വെളിപ്പാടും സത്യവും. ഇതാണ് ഈ പ്രത്യേകമായിരിക്കുന്ന ന്യായവിധി പതക്കത്തിൻ്റെ പ്രാധാന്യത. ശ്രദ്ധിച്ചല്ലോ, നിങ്ങൾ മനസ്സിലാക്കിയല്ലേ? ന്യായവിധി പതക്കം എന്ന് പറയുന്നത് പൊന്ന്, നീലനൂൽ, തുമ്പനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞനൂൽ എന്നിവ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടത്. എന്തോ നീളമുണ്ട്? 1 ചാൺ നീളം, 1 ചാൺ
വീതി, ഒരു പോക്കറ്റ് പോലെ മടക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ 4 ഭാഗത്തും 4 കൊളുത്തുകൾ വെച്ചിട്ട് അത് ഏഫോദുമായിട്ട് അത് ബന്ധിപ്പിച്ച് വെച്ചിരിക്കുന്നു. ഏഫോദിൽ ആടാതിരിക്കേണ്ടതിനോ ഏഫോദുമായിട്ടായി ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതിൻ്റെ പുറത്ത് 12 രത്നങ്ങൾ 4 നിരകളായിട്ട് പതിച്ചിരിക്കുന്നു. അതിനകത്ത് 2 കല്ലുകൾ വെച്ചിട്ടുണ്ട്. ആ കല്ലുകൾ കൊടുത്ത പേരാണ് വെളിപ്പാടും സത്യവും. എന്തിനു വേണ്ടിയാണ് ഈ 12 രത്നങ്ങൾ പതിപ്പിച്ചിരിക്കുന്നത്? നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മൾ പിന്നീട് വെളിപ്പാടും സത്യവും നമ്മൾ ചിന്തിക്കും. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ചിന്തിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് ആ രത്നങ്ങൾ എന്തിനു വേണ്ടിയാണ് ആ രത്നങ്ങൾ വെച്ചിരിക്കുന്നത്. വായിച്ചിട്ട് 28-ാം അധ്യായം, എക്സോഡസ് ചാപ്റ്റർ 28 വേഴ്സ് നമ്പർ 29, 29-ാമത്തെ വാക്യം. അവിടെ പറയപ്പെടുന്ന വാക്യം ഇപ്രകാരമാണ്. അവിടെ അഹരോൻ എവിടെ കടക്കുമ്പോൾ, വിശുദ്ധ മന്ദിരത്തിൽ കടക്കുമ്പോൾ, ന്യായവിധി പതക്കത്തിൽ ഇസ്രായേൽ മക്കളുടെ പേർ എപ്പോഴും യഹോവയുടെ മുൻപാകെ ഓർമ്മയ്ക്കായിട്ട് തൻ്റെ ഹൃദയത്തിന്മേൽ വഹിക്കണം. അപ്പോൾ എന്തിനാണ് ഈ 12 ന്യായവിധി പതക്കം? ഈ ന്യായവിധി പതക്കത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത ഞാൻ പറഞ്ഞത്, ഈ 12 രത്നങ്ങൾ ഇതിന്മേൽ പതിപ്പിച്ചിരിക്കുന്നു. 12 ഗോത്രങ്ങളുടെ പേരുകളാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. എന്തിനാണ് ഈ 12 ഗോത്രങ്ങളുടെ പേര് രേഖപ്പെടുത്തി? അതിൻ്റെ കാരണം അവിടെ പറയുന്നത്, ഈ അഹരോൻ ദൈവത്തിൻ്റെ വിശുദ്ധ സന്നിധാനത്തിൽ കടക്കുമ്പോൾ, വിശുദ്ധ മന്ദിരത്തിൽ കടക്കുമ്പോൾ അഹരോൻ എന്ത് ചെയ്യണം? ഇസ്രായേൽ മക്കളുടെ പേർ എന്തിനു വേണ്ടി? ഓർമ്മയ്ക്കായി എന്ത് ചെയ്യണം? തൻ്റെ നെഞ്ചോട് വഹിക്കണം, തൻ്റെ നെഞ്ചത്ത് വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹരോൻ, നിങ്ങൾ ശ്രദ്ധിക്കണം, ഇനി അതിൻ്റെ ആത്മീയ മർമ്മത്തിലേക്ക് കടന്നു പോകുക. അഹരോൻ ഈ 12 ഗോത്രങ്ങളെ വഹിച്ചിരിക്കുന്നത് എവിടെയാ വഹിച്ചിരിക്കുന്നത്? തൻ്റെ നെഞ്ചത്ത്. എന്താ നെഞ്ചിൻ്റെ പ്രാധാന്യത? നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം എന്താണ് നെഞ്ചിൻ്റെ ഗുണമെന്ന് പറയുന്നത്. വേദപുസ്തകത്തിൽ അരുമരക്ഷകനായ യേശു പറഞ്ഞ ഒരു വേർഡിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി ഞാൻ മുൻപോട്ട് കടന്നു പോകാൻ ആഗ്രഹിക്കുകയാണ്. വായിച്ചാട്ട മത്തായി 6-ാം അധ്യായം 21-ാമത്തെ വാക്യം, മാത്യു ചാപ്റ്റർ 6 വേഴ്സ് നമ്പർ 21. നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. അപ്പോൾ നെഞ്ചെന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ സ്ഥാനം. അപ്പോൾ ഈ ഹൃദയത്തിൻ്റെ സ്ഥാനത്താണ്, അഥവാ അഹരോന്റെ ഹൃദയത്തിൻ്റെ സ്ഥാനത്താണ് ആരിയ്ക്കുന്നത്? ഈ 12 ഗോത്രങ്ങൾ ഇരിക്കുന്നത്. ശ്രദ്ധിക്കണേ, ഞാൻ ഈ പറഞ്ഞ വേർഡ്, ഈ നെഞ്ചത്തിരിക്കുന്ന 12 കല്ലുകൾ അഹരോന്റെ ഹൃദയം ഇരിക്കുന്നിടത്താണ് ഈ 12 കല്ലുകൾ വെച്ചിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ 12 കല്ലുകൾ എന്ന് പറയുന്നത് വെറും വിലയില്ലാത്ത ചിലതല്ല. പിന്നെയോ ഈ കല്ലുകൾ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ വെച്ച് വിലമതിക്കുവാൻ സാധിക്കുമെങ്കിൽ എത്രത്തോളം വില ഉയർത്തപ്പെടുവാൻ സാധിക്കുമോ അത്രമാത്രം വിലയുള്ളതാണ് ഈ രത്നങ്ങൾ. ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞ വേർഡ് മറ്റുള്ള ഒരു മെറ്റൽ പോലല്ല. രത്നങ്ങൾക്ക് വളരെ വിലയുണ്ട്, മറ്റെല്ലാത്തിനേക്കാളും വിലയുണ്ട്. എന്നാൽ ഒന്ന് മനസ്സിലാക്കണം, ഈ രത്നങ്ങൾ എവിടുന്ന് കിട്ടിയതാ? ഈ ഭൂമിയുടെ ഒരു പ്രൊഡക്റ്റ് ആണ്. ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞ വേർഡ് ഈ ഭൂമിയുടെ ഒരു പ്രൊഡക്റ്റ് ആണ്. ഈ ഭൂമിയിൽ നിന്ന് ലഭിച്ചതായിരിക്കുന്ന ഒന്ന്. എന്താ ഈ ലഭിച്ചത്? വളരെ വിലയുള്ളത്, വളരെ വിലപ്പെട്ടത്. അതിന്റെ വിലമതിക്കുവാൻ സാധ്യമല്ല. അഹരോൻ ദൈവസന്നിധാനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ ഇസ്രായേൽ മക്കളെ തന്റെ നെഞ്ചത്തോട് ചേർത്ത് വഹിക്കുമ്പോൾ അഹരോൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ഇസ്രായേൽ ജനമെന്ന് പറയുന്നത് എനിക്ക് വളരെ വാല്യബിളാ. അഹരോൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഇസ്രായേൽ ജനത്തെയാണ്. ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞ വേർഡ് അഹരോൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഇസ്രായേൽ ജനത്തെയാണ്. ഇസ്രായേൽ ജനവുമായിട്ട് ദൈവസന്നിധാനത്തിലേക്ക്, ദൈവത്തിന്റെ സന്നിധാനത്തിലേക്ക് അഹരോൻ കടക്കുമ്പോൾ അഹരോൻ അവരെ എവിടെ വെച്ചിരിക്കുക? തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുക. എന്ന് പറഞ്ഞാൽ തനിക്ക് വളരെ വിലയുള്ളവരാണ് അവർ. വിലയില്ലാത്തവരല്ല ഈ ഗണം. നിങ്ങൾ മനസ്സിലാക്കണം, അഹരോന് ഇഷ്ടം പോലെ തലവേദന കൊടുത്ത ഒരു കൂട്ടമാണ് ഇസ്രായേൽ ഗോത്രമെങ്കിലും ദൈവസന്നിധാനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, ദൈവത്തിന് മുൻപിൽ അഹരോൻ നിൽക്കുമ്പോൾ, അഹരോന് ഈ ജനമെന്ന് പറയുന്നത്, എൻ്റെ ഭാഷയിൽ ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ പറയും, അഹരോന്റെ സമ്പത്തായിരുന്നു ഈ ജനമെന്ന് പറയുന്നത്. എവിടെയാണ് നിന്റെ ഹൃദയം ഇരിക്കുന്നത് അവിടെയാണ് നിന്റെ നിക്ഷേപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത്രത്തോളം ഈ അഹരോനും ഈ ഇസ്രായേൽ മക്കളുമായിട്ട് എന്തുണ്ട്?
വളരെ അടുത്ത ബന്ധമുണ്ട്. വേറെ രീതിയിൽ പറഞ്ഞാൽ തൻ്റെ നെഞ്ചോട് ചേർത്താണ് അഹരോൻ ഇസ്രായേൽ മക്കളെ വെച്ചത്. ശ്രദ്ധിക്കണേ, ഞാൻ പറയുന്ന വേർഡ് പോയിന്റ് ഓരോന്നും. ഇസ്രായേൽ മക്കളെ തൻ്റെ നെഞ്ചോട് ചേർത്താണ് അഹരോൻ വെച്ചത്. അത്രമാത്രം വിലമതിക്കപ്പെട്ടവരായിരുന്നവർ. നിങ്ങൾ മനസ്സിലാക്കണം, അവർ എവിടുന്നുള്ളവര്, അവർ എവിടുന്നുള്ളവർ ചിന്തിച്ചാൽ ഇത് ഭൂമിയിൽ നിന്നുള്ളൊരു പ്രൊഡക്റ്റ് ആയിരുന്നത് പോലെ തന്നെ ഇവര് ആരാണ്? ഈ ഭൂമിയിൽ നിന്നുള്ള ഒരു പ്രൊഡക്റ്റ്. പക്ഷെങ്കിൽ മറ്റുള്ളവർക്ക് അതിൻ്റെ വില അറിയുവാൻ സാധിക്കത്തില്ല എങ്കിലും അഹരോൻ ഒരു കാര്യം അറിയാം, ഇവർ വിലയുള്ളവരാണെന്ന്. അഹരോൻ അതിൻ്റെ വിഷയത്തിൻ്റെ ആ ആക്ച്വൽ സെൻസിൽ അഹരോൻ മനസ്സിലായിട്ടില്ല എങ്കിലും അഹരോന്റെ പൗരോഹിത്യം കർത്താവായ യേശു ക്രിസ്തുവിന് നിഴലായിരുന്നത് കൊണ്ട് യേശുവിന് നന്നായിട്ട് അതിൻ്റെ വില അറിയാം. ഞാൻ പറഞ്ഞ എത്ര മനസ്സിലായി? ഞാൻ പറഞ്ഞല്ലോ, മനസ്സിലായോ? ഞാൻ പറഞ്ഞു വന്നത്, അഹരോനെ ദൈവം പുരോഹിതനാക്കി വെച്ചിരിക്കുമ്പോൾ ഇസ്രായേൽ മക്കളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് അഹരോൻ വെച്ചു എന്നുള്ള സത്യമാണെങ്കിലും എത്രത്തോളം തൻ്റെ പ്രാക്ടിക്കൽ ലൈഫിൽ ഇസ്രായേൽ മക്കൾക്ക് അത്രത്തോളം തൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന അനുസൃതമായിട്ട് പ്രവൃത്തി വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും അഹരോൻ എന്ന് പറയുന്നത് കർത്താവായ യേശുവിൻ്റെ നിഴലായതുകൊണ്ട്, യേശു ക്രിസ്തു യാഥാർത്ഥ്യമായതുകൊണ്ട്, യേശു ക്രിസ്തു തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു ഗണമുണ്ടെന്നുള്ളത് വിശുദ്ധ വചനം പഠിപ്പിക്കുന്നു. അഹരോന് അത് ചെയ്യുവാൻ സാധിച്ചില്ല എങ്കിലും എൻ്റെ ഭാഷ ഞാൻ പറഞ്ഞു വരുന്നത്, അതിൻ്റെ പൊരുളായിരിക്കുന്ന യേശു അത് ഭംഗിയായിട്ട് ചെയ്യുന്നു. എവിടെ ചെയ്യുന്നു? ഇന്ന് ചെയ്യുന്നു. എവിടെ ഇരിക്കുന്നത്? നിങ്ങൾ മനസ്സിലാക്കണം, ഇസ്രായേൽ ജനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സമ്പത്തായിരുന്നു. വായിച്ചോട്ട്, എക്സോഡസ് ചാപ്റ്റർ 19 വേഴ്സ് 5, പുറപ്പാട് 19:5. നിങ്ങൾ എനിക്ക് സകല ജാതികളിൽ വെച്ച് വിശേഷ സമ്പത്തായിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇസ്രായേൽ മക്കൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആര്? പ്രത്യേക സമ്പത്ത. ദൈവത്തിൻ്റെ പ്രത്യേക സമ്പത്ത്. രണ്ട് കാര്യം വേണം ഈ സമ്പത്താകണമെങ്കിൽ. ഒന്ന്, നിങ്ങളെൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിന് മുൻപിൽ വിശേഷ സമ്പത്ത്. ടു തിങ്സ്. ദൈവത്തിൻ്റെ വാക്ക് കേട്ടനുസരിക്കണം, അവൻ്റെ നിയമം നമ്മൾ പ്രമാണിക്കണം. ഇത് നമ്മുടെ ജീവിതത്തിൽ ചെയ്താൽ ദൈവത്തിന് മുൻപിൽ നമ്മൾ വിശേഷ സമ്പത്ത്. വായിച്ചോട്ട്, ആവർത്തന പുസ്തകം 7-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഡ്യൂട്രോണമി ചാപ്റ്റർ 7 വേഴ്സ് 6. ഡ്യൂട്രോണമി 7:6. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. എന്നിട്ട് ശ്രദ്ധിക്കുക, ഭൂതലത്തിലുള്ള സകല ജാതികളും വെച്ച് പ്രൈസ് ഗോഡ്. കരങ്ങൾ ചെയ്ത് ഹല്ലേലൂയ പറഞ്ഞ ആ വാക്യത്തിന്. ഭൂതലത്തിലുള്ള സകല ജാതികളിൽ വെച്ച് നിന്നെ വിശേഷ സമ്പത്താക്കേണ്ടതിന് അവൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. എവിടുന്ന? ലോകത്തിലുള്ള മറ്റ് സകല ജനത്തെയും വിട്ടുകളഞ്ഞിട്ടാണ് ഈ ഒരു കൊച്ചു കൂട്ടത്തെ ദൈവം വേർതിരിച്ചത്. എന്തിനു വേണ്ടിയ? അവൻ്റെ വിശേഷ സമ്പത്താകാൻ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വിശുദ്ധ വചനം കേൾക്കുന്നവർ ഒന്ന് മനസ്സിലാക്കണം, എൻ്റെ വിഷയം പഴയ നിയമത്തിലെ ഇസ്രായേലിനെ പഠിപ്പിക്കുക എന്നുള്ളതല്ല. എൻ്റെ വിഷയം എന്ന് പറയുന്നത് ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ നെഞ്ചോട് അവനെ ചേർത്ത് വെച്ചിരിക്കുക. ഹോളി സ്പിരിറ്റ് അവൻ്റെ നെഞ്ചോട് എന്നെ ചേർത്ത് വെച്ചിരിക്കുക. വെരി ക്ലോസ് ടു ഹിസ് ഹാർട്ട്, വെരി ക്ലോസ്. നിങ്ങൾ ഹോളി സ്പിരിറ്റ് നിങ്ങൾ മനസ്സിലാക്കണം, ആര് നെഞ്ചോടൊന്ന് ചാഞ്ഞിട്ടുണ്ട് ആ യേശുവിൻ്റെ സ്പന്ദനം അവർക്ക് കേൾക്കുവാൻ സാധിക്കും. യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ ഇടിപ്പ് അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവരെക്കുറിച്ച് ആ ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിന് യോജിച്ചതെന്ന്.
എന്താ അതിന് കാരണമെന്താണെന്നറിയാമോ? അവർ ദൈവത്തിൻ്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുക. ദൈവത്തിൻ്റെ ഓരോ മൂവ്മെൻറ്റ്സ് അവർ മനസ്സിലാക്കുന്നു. ദൈവത്തിൻ്റെ ഓരോ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നുള്ളത് അവർ മനസ്സിലാക്കുന്നു. അതിനനുസരിച്ചൊരു പ്രവർത്തനം നിങ്ങൾ മനസ്സിലാക്കണം. സ്വർഗത്തിൽ ദൈവത്തിൻ്റെ മുൻപിൽ എൻ്റെ യേശു നിൽക്കുമ്പോൾ എനിക്ക് വേണ്ടി മധ്യസ്ഥത വഹിച്ചുകൊണ്ട് നിൽക്കുന്നതായ ഒരു സ്ഥാനത്ത് എൻ്റെ യേശുവിൻ്റെ നെഞ്ചോട് അവനെ ചേർത്ത് വെച്ചിരിക്കുക. സോ ക്ലോസ്, വെരി ക്ലോസ് ടു. എന്താ അതിന് കാരണം എന്താണെന്നറിയാമോ? ഭൂതലത്തിലുള്ള സകല ജാതികളും വെച്ച് നിന്നെ അവന് ഒരു വിശേഷ ജനമായി തെരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് പകരമാണ് ദൈവത്തിന് 1000 എണ്ണത്തെ രക്ഷപ്പെടുത്താമായിരുന്നു. പക്ഷേ ദൈവം എന്നോടൊരു കരുണ കാണിച്ചു. നിങ്ങൾ ചിന്തിക്കണം, എൻ്റെ ബുദ്ധി കൊണ്ടല്ല ഞാൻ ഈ ദൈവത്തെ കണ്ടുമുട്ടിയത്, നിങ്ങളുടെ ബുദ്ധി കൊണ്ടല്ല നിങ്ങൾ ദൈവത്തെ കണ്ടുമുട്ടിയത്. നമ്മുടെ അരുമരക്ഷിതമായിരിക്കുന്ന കർത്താവ്, അല്ലെങ്കിൽ നമ്മുടെ ദൈവം, പിതാവാം ദൈവം നമ്മെ ഒന്ന് ആകർഷിക്കുവാൻ എൻ്റെ ഹൃദയ കണ്ണുകൾ തുറന്ന് തന്നതുകൊണ്ടാണ് ഞാൻ യേശുവിനെ കണ്ടത്. അപ്പോൾ കാണുവാനുള്ള ഭാഗ്യം ആര് തന്നു? ഞാൻ അവനെ കണ്ടതല്ല, അവനെ കണ്ടു. ഞാൻ ഇവിടെ തേടി ചെന്നതല്ല, അവൻ്റെ പിന്നാലെ തേടി വന്നു. എന്തിനാ തേടി വന്ന്? മറ്റാരും യോഗ്യതയുള്ളവരെ കാണാഞ്ഞിട്ടാണോ? അല്ല കുഞ്ഞേ, മറ്റ് യോഗ്യതയുള്ളവരെ തള്ളിക്കളഞ്ഞിട്ടോ, യോഗ്യരായിരുന്നവരെ പലരെ തള്ളിക്കളഞ്ഞിട്ടോ, അയോഗ്യമായിരിക്കുന്ന പാത്രത്തെ അവൻ വിളിച്ച് വേദനിച്ച് ഇന്ന് രാത്രി അത് മനസ്സിലാക്കണം. അവൻ തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു കാരണമുണ്ട്. അവൻ നിന്നെ വിശേഷ സമ്പത്തായി കണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ വളരെ സന്തോഷിപ്പിക്കുകയും എന്നെ വളരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വാക്യമുണ്ട്. ഒരു മനുഷ്യൻ ഒരു നിധി ഒരു നിലത്ത് കണ്ടു. എന്നിട്ട് എന്ത് ചെയ്തു? തനിക്കുള്ളത് മുഴുവൻ വിറ്റു. ചെന്നിട്ട് ആ വയൽ വാങ്ങി. എന്തിനാ വയൽ വാങ്ങിയെന്നറിയാമോ? മറ്റ് പലരും കാണാത്തൊരു കാഴ്ച വയൽ വാങ്ങിയ വ്യക്തി അറിഞ്ഞു. എന്താ അറിഞ്ഞത്? ഒരു വലിയ നിധി അതിനകത്ത് കിടക്കുകയാണെന്ന്. എൻ്റെ അരുമനാഥനാകുന്ന യേശു അത് ചെയ്തത്. എവിടെയായി നിധി കടന്നെന്നറിയാം? ഭൂമിക്കടിയിൽ മറഞ്ഞിരിക്കുന്ന കാലത്ത് 30-ാമത്തെ വയസ്സ് വരെ ഈ ജെക്സി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വളരെ മോശമെന്ന് മറ്റുള്ളവർ ചിത്രീകരിക്കുമെങ്കിൽ അന്ന് ദൈവം കണ്ട ഒരു ജെക്സിയുണ്ട്. അതായിരുന്നില്ല. ദൈവത്തിന് എന്ത് ചെയ്യുവാൻ സാധിക്കുമെന്നുള്ളത് സ്വർഗത്തിലെ ദൈവം കണ്ടുകൊണ്ട് കാലങ്ങൾക്ക് മുമ്പ് ഞാൻ ദോഷിയായി തീർന്ന സമയത്ത്, ദോഷിയായിട്ട് മുൻപോട്ട് കടന്നു പോയപ്പോൾ വേദപുസ്തകം പഠിപ്പിക്കുന്ന രീതിയിൽ ശത്രുവായിരിക്കുന്ന സ്ഥാനത്ത് അവൻ എന്നെ സ്നേഹിച്ചു. എന്താ കണ്ടത്? ഒരു നിധി ഒളിഞ്ഞു കിടക്കുക. യേശുവിനെ കണ്ടുമുട്ടിയ സകല പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങൾ യേശുവിനെ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയതല്ല, അവൻ നിങ്ങളെ കണ്ടുമുട്ടിയതാണ്. അവൻ നിങ്ങളെ കണ്ടുമുട്ടുവാൻ കാരണമുണ്ട്. നിങ്ങൾ ചില പ്രത്യേകതകൾ അവൻ കണ്ടിട്ടുണ്ട്. മറ്റ് ജനങ്ങൾക്കില്ലാത്ത ചില പ്രത്യേകതകൾ നിങ്ങളുടെ ജീവിതത്തിൽ അവൻ കണ്ടിട്ടുണ്ട്. മറ്റുള്ളവർക്കില്ലാത്ത ചില വില ദൈവം നിങ്ങൾക്ക് കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, അവൻ നിങ്ങളെ വിലയുള്ളവരായി കണ്ടത് കൊണ്ടാണ് നിങ്ങൾ കർത്താവിനെ കണ്ടുമുട്ടിയത്. നിങ്ങൾ ചിന്തിക്കരുത്, ഞാൻ ഒന്നുമല്ല, എനിക്ക് യാതൊരു കഴിവുമില്ല, എനിക്ക് യാതൊരു യോഗ്യതയുമില്ല. എൻ്റെ സഹോദര, എൻ്റെ സഹോദരി, നിങ്ങൾ മനസ്സിലാക്കണം, ദുഷ്ടൻ അമ്മാനമാടാനുള്ള ഒന്നല്ല ഞാൻ എന്നുള്ള വ്യക്തി. പിന്നെയോ അവനെ വിലയുള്ളവനായി കണ്ട് തൻ്റെ ഹൃദയത്തോട് ചേർത്ത് എന്നെ വെച്ചിരിക്കാൻ ഞാൻ നിൽക്കുന്നത് പിതാവിൻ്റെ മുൻപിലാണ്. ഐ ആം വെരി ക്ലോസ് ടു ഹിം, വെരി ക്ലോസ് ടു ഹിം. അവനെ വിലയുള്ളവനായി കണ്ടു. എൻ്റെ വില കണ്ടു. ഒന്നോർത്തോണേ, അവൻ എന്നെ വിലയുള്ളവനായി കണ്ടുവെങ്കിൽ ആ വില എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ കൂടെ വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. അവൻ എന്നെ വിലയുള്ളവനായി കണ്ടു. പക്ഷെങ്കിൽ എന്താ എൻ്റെ അവസ്ഥ? ഞാൻ എങ്ങനെ അതിനെ ഏറ്റെടുക്കുന്നു? ഒന്ന് ശ്രദ്ധിച്ചാട്ട് സഹോദര, നിന്റെ അടിമത്വത്തിൽ നിന്ന് ദൈവം നിന്നെ വിടുവിച്ച് ഇത്രമാത്രം അനുഗ്രഹിച്ച് ഇത്രമാത്രം ശ്രേഷ്ഠമായിരിക്കുന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ എന്ത് നിനക്ക് പറയുവാൻ സാധിക്കും? അവൻ നിന്നെ വിലയുള്ളവനായി കണ്ട് നിന്റെ സകലവിധമായിരിക്കുന്ന ബുദ്ധിമുട്ടിൽ വിടുവിച്ച് ഇത്രമാത്രം ഉയർത്തി നിൽക്കുമ്പോൾ നിനക്ക് പറയുവാൻ പറ്റുമോ? അതിനനുസരണമായി ഞാൻ അവനെന്ന് റിട്ടേൺ കൊടുത്തെന്ന്.
രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള അവസ്ഥ നോക്ക്, രക്ഷിക്കപ്പെട്ടതിന് ശേഷം ദൈവം നടത്തി ഇന്ന് നിർത്തിയിരിക്കുന്ന പൊസിഷൻ നോക്ക്. ഒന്ന് പിന്നോട്ട് നോക്കിയിട്ടൊന്ന് പറ, പ്രിയപ്പെട്ടവരെ, ദാവീദ് ചെയ്യുന്ന പോലെ നൃത്തം ചെയ്താലും മതി വരത്തില്ല. എന്താ കാരണം എന്താണെന്നറിയാമോ? എൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് നടന്ന സ്ഥാനത്തു നിന്ന് നിന്റെ അപ്പനെ രാജസ്ഥാനത്തു നിന്ന് മാറ്റിയിട്ട് ആടുകളെ മേയിച്ച് എന്നെ രാജാവാക്കി നിർത്തിയ എൻ്റെ ദൈവത്തിന് മുൻപാകെ ഞാൻ ഇതിലും ഹീനനായിരിക്കും. ഞാൻ ദൈവത്തെ സ്തുതിക്കും. അവനെ വിലയുള്ളവനായി കണ്ടു, അവനെ വിലയുള്ളവനായി കണ്ടു, അവനെ വിലയുള്ളവനായി കണ്ടു. അവൻ്റെ നെഞ്ചോടെന്നെ വളരെ ചേർത്ത് വെച്ചിരിക്കുക. നിങ്ങളൊന്ന് മനസ്സിലാക്കണമേ. ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കട്ടെ. വിഷയത്തിൽ ഒരു ഭാഗം പോലുമായില്ല. ഞാൻ ഓർപ്പിക്കട്ടെ, അവൻ നിങ്ങളെ വിലയുള്ളവരായി കണ്ടിരിക്കുക. യു ആർ സോ ക്ലോസ് ടു ഹിം, യു ആർ സോ ഡിയർ ടു ഹിം. അവൻ നിങ്ങളെ അവൻ വിലയുള്ളവരായി കണ്ടിരിക്കുന്നു. ഒന്നോർത്തോണേ, വർഷങ്ങൾ വളമിട്ട് കൊടുക്കുന്നു, വർഷങ്ങൾ വെള്ളമൊഴിച്ചു കൊടുക്കുന്നു. വിലയുള്ളവരായി കണ്ടുകൊണ്ട് ഒരു ഫലം കാണുവാൻ സാധിക്കുമെന്നുള്ള ചിന്തിച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. എന്നാൽ ഓർത്തോണേ, ഇത്രമാത്രം നന്മകൾ ചെയ്തിട്ട് ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ചൊരു വലിയ വീഴ്ച എന്ന് പറയുന്നത്, അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അവർ അനുഗ്രഹത്തിന് പിന്നാലെ പോകും, ദൈവത്തെ അവർ മറന്നു കളയുന്നു. ദൈവത്തെ മറന്നുകളെന്ന് പറഞ്ഞാൽ അന്യബിംബങ്ങളുടെ പിന്നിൽ പോയെന്നല്ല. അന്യബിംബങ്ങളുടെ പിന്നിൽ പോകുന്നതിന് മുമ്പ് അവർ ഒരു കാര്യം ചെയ്യും. ദൈവത്തിന് കൊടുക്കേണ്ട വില കൊടുക്കാതെ മറ്റുള്ളതിനു വേണ്ടി ആ വില മാറ്റിക്കളയും. ദൈവത്തിന് കൊടുക്കേണ്ട സമയം ദൈവത്തിന് കൊടുക്കാതെ മറ്റു പലതിനു വേണ്ടി മാറ്റിക്കളയും. അതാണ് വീഴ്ചയുടെ ഒന്നാമത്തെ സ്റ്റെപ്പ്. ദൈവം നമ്മെ അനുഗ്രഹിച്ച് നിർത്തിയിരിക്കുമ്പോൾ അനുഗ്രഹത്തിന് വില കൊടുക്കാതെ, ദൈവ സന്നിധാനത്തിൽ ആയിരിക്കുന്ന വില കൊടുക്കാതെ ആ വില മറ്റു പലതിനും കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഒരു സ്റ്റേജ് ഉണ്ട്. അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധന. എനിക്ക് തോന്നുന്നു റോമക്കടെ 2-ാം അധ്യായം നിങ്ങൾ പഠിച്ചപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്ങനെയാണ് ഒരുവൻ വിഗ്രഹാരാധിയാകുന്നത്. ഒരുവൻ വിഗ്രഹാരാധിയാകുന്നത് അവൻ്റെ ആദ്യത്തെ വീഴ്ച എന്ന് പറയുന്ന വിഗ്രഹാരാധനയിലേക്ക് പോകുകയല്ല അവൻ ചെയ്തത്. ആദ്യത്തെ വീഴ്ച എന്ന് പറയുന്നത് ദൈവത്തെ അവൻ അറിഞ്ഞിട്ട് ദൈവത്തെ മനസ്സിലാക്കുവാൻ സാധിക്കാതെ പോയതാണ് ദ ഫസ്റ്റ് തെറ്റ്. അതിൻ്റെ സ്റ്റെപ്പ് ബൈ വീഴ്ചകൾ താഴോട്ട് വന്ന് 7-ാമത്തെ സ്റ്റെപ്പിലേക്ക് കടന്നു വരുമ്പോഴാണ് ദൈവം സൃഷ്ടിച്ചു നാടിക്കുന്ന ഏതിന്മേൽ അധികാരത്തോടുകൂടെ നിൽക്കുവാനായിട്ട് ദൈവം കൽപ്പിച്ചുവോ ആ അധികാരത്തിൽ നിൽക്കാതെ ദൈവം എന്തിനെയാണ് കീഴ്പ്പെടുത്തുവാൻ പറഞ്ഞിരിക്കുന്നത് ആ കീഴ്പ്പെടുത്തേണ്ടത് ഇപ്പോൾ ആ ദൈവമാക്കി മാറ്റിയത്. വീഴ്ച വന്ന് എവിടെയാണെന്നറിയാമോ? ദൈവത്തെ തന്നെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ്. എനിക്ക് തോന്നുന്നു അന്ന് വ്യക്തമായിട്ട് ഞാൻ പറയുണ്ടായി 7 സ്റ്റെപ്പ്. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദൈവത്തെ പരിജ്ഞാനത്തിൽ സ്വീകരിക്കുവാൻ മനസ്സില്ലാഞ്ഞത് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് കടന്നു വരുമ്പോൾ പലപ്പോഴും ദൈവത്തെ വിട്ടേച്ച് അനുഗ്രഹത്തിന് പിന്നാലെ കടന്നു പോകുന്നു. സ്ലോവിലി എങ്ങോട്ട് പോകുന്നു? ദൈവത്തെ നകറ്റി ദുഷ്ടൻ കൊണ്ടുവന്ന ബിംബാരാധനയിലേക്ക് നടത്തുന്നു. പിന്നീട് ഒന്നും ബോധമില്ല, ആരൊക്കെയോ പറയുന്നതിനനുസരിച്ച് മുൻപോട്ട് കടന്നു പോകുക. ശ്രദ്ധിച്ചോണേ ദൈവത്തിൻ്റെ മക്കളെ, യു ആർ സോ ഡിയർ ടു ഹിം. നിങ്ങൾ അവന് വളരെ വിലപ്പെട്ടവരാ, നിങ്ങൾ അവന് വളരെ വിലയുള്ളവരാ. നിങ്ങളെ അവൻ വിലയുള്ളവനായി കണ്ടിരിക്കുന്നതുകൊണ്ടാണ് തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നത്. ആ വില ഞാൻ നിങ്ങൾ കൊടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എല്ലാവരും കണ്ണുകളടച്ചാട്ട്